മിക്സഡ് റിയാലിറ്റി സ്റ്റാർട്ടപ്പ് സംരംഭവുമായി ഒരു പറ്റം മലയാളി യുവാക്കൾ. വികസിത രാജ്യങ്ങളിലുള്ളവർക്ക് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് നമുക്കും ഈ മേഖലയിൽ തിളങ്ങിക്കൂടാ എന്ന ചിന്തയിൽ നിന്നുത്ഭവിച്ച സംരംഭത്തിലൂടെ 3 മാസം കൊണ്ട് 250 കോടിയോളം രൂപയാണ് ഇവർ സമാഹരിച്ചത്. സാധാരണ മിക്സഡ് റിയാലിറ്റിക്കായി വില കൂടിയ ഉപകരണങ്ങൾ ആവശ്യമായി വരുമ്പോൾ സ്മാർട്ട് ഫോണിൽ തന്നെ ഉപയോക്താക്കൾക്ക് യഥാർത്ഥ ലോകത്തിൻ്റെ അനുഭവം നൽകുന്നു എന്നതാണ് ടീം ഐഡീൻക്രൈസെ എന്ന തനി മലയാളി കമ്പനിയുടെ പ്രത്യേകത. പ്രത്യേക ആപ്പിൽ ക്യാമറ ഓൺ ചെയ്ത് ഒരു ഉൽപ്പന്നത്തിൻ്റെ ബ്രോഷർ സ്കാൻ ചെയ്താൽ യഥാർത്ഥത്തിൽ ഉൽപ്പന്നം എങ്ങനെയായിരിക്കുമോ അതേ മാതൃകയിൽ ആ ഉൽപ്പന്നം 3 ഡയമെൻഷനിൽ ഉപയോക്താവിന് മുന്നിലെത്തുന്നു. അതിൻ്റെ സവിശേഷതകളും അനുബന്ധ വീഡിയോകളുമൊക്കെ ഇതോടൊപ്പം ഉണ്ടാകും. ഗെയിമുകൾ ആസ്വദിക്കുമ്പോൾ അത് നമുക്ക് മുന്നിലാണ് സംഭവിക്കുന്നതെന്ന അനുഭവമാണ് ഈ സാങ്കേതികവിദ്യ നൽകുക. ഞങ്ങളുടെ കമ്പനിയുടെ പേരാണ് ടീം ഐഡീൻക്രെise ടെക് പ്രൈവറ്റ് ലിമിറ്റഡ്. ഓക്കെ, ഞങ്ങളൊരു ബേസിക്കലി ഒരു സ്റ്റാർട്ടപ്പാണ്. ഞങ്ങൾ ഏകദേശം ഒരു 3 മാസത്തോളമായി രജിസ്റ്റേർഡ് ആയിട്ട്. കമ്പനിക്ക് രജിസ്റ്റേർഡ് ആയിട്ട് 3 മാസമായെങ്കിൽ ഞങ്ങൾ അതിൻ്റെ പുറകിലെ വർക്ക് തുടങ്ങിയിട്ട് ഒരു 2 വർഷം എബോവ് ആയിട്ടുണ്ട്. മിക്സഡ് റിയാലിറ്റി എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കയറി വരുന്ന കൺസെപ്റ്റ്. ഈ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി അല്ലെങ്കിൽ വെർച്വൽ റിയാലിറ്റി എന്നൊക്കെ പറയുന്ന ഒരു ക്രിയേറ്റീവ് ടെക്നോളജിയാണ്. ഈ ക്രിയേറ്റീവ് ടെക്നോളജി എങ്ങനെ ഒരു ഡെയിലി യൂസറിന് അല്ലെങ്കിൽ ഒരു കോമൺ ആൾക്ക് എങ്ങനെ അയാളുടെ ഡെയിലി ലൈഫിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ പ്രൈമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു മിക്സഡ് റിയാലിറ്റി അല്ലെങ്കിൽ ഒരു വെർച്വൽ റിയാലിറ്റിക്ക് എപ്പോഴും ഒരു ഹാർഡ്വെയറിൻ്റെ അസിസ്റ്റൻസും മസ്റ്റാണ്. പക്ഷേ ഞങ്ങൾ എങ്ങനെ കൂടുതൽ ആൾക്കാരിലോട്ട് എത്തിക്കാനായിട്ട് ഒരു മൊബൈൽ പ്ലാറ്റ്ഫോം വഴി അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ ഞങ്ങളെ ഇച്ചിരി ഹെഡ് ഗിയർ പോലെയുള്ള മാർഗ്ഗങ്ങൾ നോക്കുന്നുണ്ട്. എന്നാലും അറ്റ് പ്രസൻറ്റ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്ന മൊബൈൽ പ്ലാറ്റ്ഫോം വെച്ച് എങ്ങനെ ഒരാളുടെ യൂസറിൻ്റെ ലൈഫ് ബെറ്റർ ആക്കാം യൂസിങ് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി. ഞങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പ്രൈമായിട്ട് നോക്കുന്നത് ഗെയിമിംഗ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഗെയിമിംഗ് ഇഷ്ടമാണ്. പക്ഷേ ഒരു കമ്പനി പോലും ഇന്ത്യയിൽ പ്രോപ്പറായിട്ട് ഗെയിമിങ്ങിനൊരു എക്സ്ട്രാ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടില്ല. അപ്പോൾ വൈ നോട്ട് എസ് എന്നുള്ളൊരു തോട്ടിലാണ് ഞങ്ങൾ അങ്ങനെ ഗെയിമിങ്ങിലോട്ട് ഇറങ്ങാനുള്ള കാരണം. ഓക്കെ, ഗെയിമിങ്ങിൽ ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ റിയൽ വേൾഡും വെർച്വൽ വേൾഡും തമ്മിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം, എങ്ങനെ ഇത് രണ്ടും കണക്ട് ചെയ്ത് ഒരു ഔട്ട് ഓഫ് ദി വേൾഡ് എക്സ്പീരിയൻസ് യൂസറിന് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ടേബിൾ ടോപ്പിൽ നമുക്ക് നമ്മുടെ ഫോൺ വെച്ച് ഒരു ഗെയിം കളിക്കാം. അതായത് ടേബിൾ ടോപ്പിൽ ഒരു വെർച്വൽ വേൾഡിൽ നിന്ന് ഒരു എൻറ്റിറ്റി നമ്മുടെ ടേബിൾ ടോപ്പിൽ വരികയും നമുക്ക് അതിനെ കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ അതിനെ വെച്ച് ഇൻറ്ററാക്ട് ചെയ്ത് ഒരു ഗെയിം കളിക്കുക എന്ന് പറഞ്ഞൊരു എക്സ്പീരിയൻസ് ആദ്യമായിട്ട് ഇപ്പോൾ ഈ ഒരു സെക്ടറിലോട്ട് കൊണ്ടുവന്നത് ഞങ്ങളാണ്. ഞങ്ങൾ പ്രൈമായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റ്, ഞങ്ങളുടെ ഒരു ഡ്രീം പ്രൊജക്റ്റ് എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ഇതാണ്. ദെൻ ഞങ്ങളിപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു ബ്രോഷർ ചെയ്യുന്നുണ്ട്. അത് ബ്രോഷർ മീൻസ് ബ്രോഷറിനകത്ത് ജസ്റ്റ് ഒരു പിക്ക് അല്ലെങ്കിൽ കുറേ ഡിസ്ക്രിപ്ഷൻ കാണും. ഇത് അങ്ങനെയല്ല, ഇതൊരു ഒരു യൂസറിന് ഈ ബ്രോഷർ എന്തിനെ കുറിച്ചാണ്, ഈ ബ്രോഷറിനകത്ത് എന്തൊക്കെ കണ്ടന്റ് ഉണ്ടെന്ന് അവനൊരു 3D ഇപ്പോൾ സപ്പോസ് ഒരു ഷൂ അല്ലെങ്കിൽ ഒരു ഷർട്ടാണെങ്കിൽ ബ്രോഷറിൽ ആ ഷർട്ടിനെ കുറിച്ചാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ തിൻ എയറിൽ ഈ ഒബ്ജക്റ്റിൻ്റെ റിയൽ സൈസ് വിത്ത് റിയൽ മെറ്റീരിയൽ ക്വാളിറ്റി നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കാണാൻ പറ്റുമ്പോൾ അവന് എന്താണോ പൈസ കൊടുത്ത് മേടിക്കുന്നത് അതിനോടുള്ള ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് അവന് വരികയാണ്. അപ്പോൾ അവന് തീരുമാനിക്കുക ഈ സാധനം വേണോ വേണ്ടയോ. എഡ്യൂക്കേഷൻ സെക്ടറിൽ നല്ലൊരു സ്കോപ്പുള്ള ഒരു കാര്യമാണ് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹേർട്ടിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ പഠിപ്പിക്കാനായിട്ട് ഇപ്പോൾ നമ്മളൊക്കെ കാണുന്നത് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ യൂട്യൂബിൽ ഒരു വീഡിയോ നോക്കുക അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ജസ്റ്റ് പടം കാണാം. അതിനേക്കാളും പകരം നമ്മുടെ ടേബിൾ ടോപ്പിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് കാണുമ്പോൾ നമ്മുടെ ആപ്പ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഒരു ഹേർട്ട് വരികയും അത് ബീറ്റ് ചെയ്യണതും ജസ്റ്റ് ഒരു ബട്ടൺ പ്രസ്സിൽ അത് ഡൈസെക്ട് ചെയ്ത് അതിൻ്റെ ഇന്നർ കമ്പോണൻസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കൊച്ചിന് അതിന് മനസ്സിലാക്കുന്ന കാര്യങ്ങളുടെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതായിരിക്കും. ഹോളോലെൻസും ഹാപ്റ്റിക് ഗ്ലൗസും ഉപയോഗിച്ച് മിക്സഡ് റിയാലിറ്റിയെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ഇവരുടെ അടുത്ത ലക്ഷ്യം. ഓൺലൈനിൽ സാധനങ്ങൾ വാങ്ങുമ്പോൾ അവ കയ്യിലെത്തിയാൽ എങ്ങനെയുണ്ടാകുമെന്നറിയുക എന്നതു മുതൽ വീടിൻ്റെ പ്ലാനിൽ നിന്നും പണി പൂർത്തിയാകുമ്പോൾ ഓരോ മുറിയും എത്തരത്തിലായിരിക്കുമെന്ന് വരെ അനുഭവിച്ചറിയാൻ ഈ സാങ്കേതികവിദ്യ കൊണ്ടാകും. അമൽ AM, സജിത്ത്, അനന്തു, പ്രവീൺ, അമൽ ജോയ്, അമിൽ, പ്രമോദ് എന്നിവരാണ് സംരംഭത്തിനു പിന്നിൽ.